ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേറ്റ പരാജയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തിരിഞ്ഞ് കെ മുരളീധരൻ. തൃശൂരിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നും നെട്ടും ബോൾട്ടും ഇല്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ തന്നോട് കയറാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് DCCയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കവെയായിരുന്നു മുരളീധരന്റെ പ്രസ്താവന. തൃശൂരിലെ വോട്ടുകൾ BJPയിലേക്ക് പോയ കാര്യം ഇപ്പോഴും കോൺഗ്രസ് വിദ്വാൻമാർ ആരും അറിഞ്ഞിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ലാസ്റ്റ് ബസ്സാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിനെ വേദിയിലിരുത്തിയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള മുരളീധരന്റെ ആക്രമണം. പ്രവീൺകുമാറിനെയും വെറുതെ വിടാൻ മുരളീധരൻ തയ്യാറായില്ല. നെട്ടും ബോൾട്ടുമില്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ കയറാൻ തന്നോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അടക്കമുള്ളവരായിരുന്നു അതിന്റെ മുൻപന്തിയിൽ നിന്നത്. ഇതായിരുന്നു മുരളീധരന്റെ വാക്കുകൾ. നമ്മുടെ വിദ്വാന്മാർ പറഞ്ഞിട്ടാണല്ലോ എന്നെ കൊണ്ടാവുന്നത്. അന്ന് പ്രവീണൊക്കെ ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് അയക്കാൻ. അപ്പോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഷുവറാണ് പറഞ്ഞ കേട്ടിട്ടാണല്ലോ ജീവിതം. അവിടെ ചെല്ലുമ്പോ നട്ടുമില്ല ബോൾട്ടുമില്ല. ഒരു വണ്ടിയിൽ കരുതി യാത്ര ചെയ്യാൻ പറഞ്ഞു. വണ്ടിയിൽ നോക്കുമ്പോ സ്റ്റിയറിംഗും ഇല്ല, നട്ടുമില്ല, ബോൾട്ടുമില്ല. അതാണ് അവിടുത്തെ സിസ്റ്റം. ഏതായാലും ചെന്ന് പെട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് തടി ഊരി കുഴപ്പമില്ലാതെ അവിടെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്ന മറ്റൊന്നുമല്ല, അടുത്ത കോർപ്പറേഷൻ ഇലക്ഷൻ നമ്മൾ ജയിക്കണം. മാക്സിമം സീറ്റ് കോഴിക്കോട് UDF ജയിക്കണം കേട്ടോ. കാരണം തൃശ്ശൂരിൽ നിന്ന് എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. നേരത്തെ ഒരു പൊതുയോഗത്തിനോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ K കരുണാകരനോ AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നിവർ മതിയാകുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണമെന്ന സ്ഥിതിയാണ്. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്ന രീതിയും ഇന്ന് കോൺഗ്രസിലില്ല. ഒന്നിച്ചു നിൽക്കേണ്ട കാലമായതിനാലാണ് കൂടുതലൊന്നും പറയാത്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിണറായി വിജയനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് കരുതി ഇരിക്കരുതെന്നും പണിയെടുത്താലേ ഭരണം കിട്ടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ BJP CPM ധാരണ ഒരുപാട് സ്ഥലത്തുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ സത്യമറിയാമെന്നും മുരളീധരൻ പറഞ്ഞു. ഇന്നലെ വരെ ഗാന്ധിജിയെ കൊന്നവർ ഇന്ന് വലിയവരായിരിക്കുന്നു. കേരളത്തിൽ BJPയും CPMഉം തമ്മിൽ ധാരണയുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇരുവരും നിലവിൽ ധാരണയായതാണ് വിവരം. പക്ഷേ പാലക്കാട് കോൺഗ്രസ് തന്നെ വിജയിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് K മുരളീധരൻ ആദ്യമേ രംഗത്ത് വന്നതാണ്. അന്ന് തന്റെ തോൽവിക്ക് പിന്നിലെ പ്രധാന കാരണം ആഭ്യന്തര പ്രശ്നങ്ങളുമായി യാതൊരു ബന്ധമില്ല എന്നും തൃശൂരിലെ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുടെ ഇടിവാണ് തോൽവിക്ക് കാരണമെന്നുമായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൃശൂരിൽ നിന്ന് കേന്ദ്രമന്ത്രിയാകണമെന്ന വോട്ടർമാരുടെ ആഗ്രഹമാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായതെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏകദേശം 56,000-ൽ പരം വോട്ടുകളാണ് BJP പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വിവരങ്ങൾ പോലും കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിരുന്നില്ല. അവസാന നിമിഷത്തിലാണ് ഇത്തരമൊരു പുതുതായി വോട്ടുകളെല്ലാം തന്നെ ചേർക്കപ്പെട്ട വിവരം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പോലും അറിയുന്നത്. ഇക്കാര്യവും മുരളീധരൻ കൃത്യമായി തന്നെ എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, തൃശ്ശൂരിലെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ 70,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വിജയിച്ചത് എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ടാണ് ഇത്ര വലിയ പരാജയം LDFനും UDFനും സംഭവിച്ചത് എന്ന് വിലയിരുത്തുമ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നത് UDFിലെ വോട്ടുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ BJPയിലേക്ക് ചോർന്നത് എന്ന് തന്നെയാണ്. അതിനെപ്പറ്റി CPMന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അഥവാ LDFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വിലയിരുത്തലുകൾ വന്ന സാഹചര്യത്തിലും CPMന്റെ വോട്ടുകളെല്ലാം തന്നെ ഭദ്രമാണ്. എന്നാൽ അതേസമയം UDFന് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന വോട്ടുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്ന് വന്നിരുന്നു. അതിനുശേഷം പിന്നീട് തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആഭ്യന്തര തർക്കങ്ങളെല്ലാം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. DCC പ്രസിഡന്റിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കയ്യാങ്കളിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയ സാഹചര്യമുണ്ടായിരുന്നു. അന്വേഷണത്തിനായി KPCC നേരിട്ടിറങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. ചുമതല മുഴുവൻ VK ശ്രീകണ്ഠന് പോലും നൽകുന്ന സാഹചര്യവും തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷവും തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ വോട്ടുകൾ BJPക്ക് മറിച്ചതിന് പിന്നിൽ അതിൽ തൃശ്ശൂരിലെ DCC പ്രസിഡന്റും TN പ്രതാപനുമാണ് എന്നുള്ള വാദങ്ങൾ വന്നിരുന്നു. ഇരുവർക്കുമെതിരെ പോസ്റ്റുകൾ പോലും പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് മറിച്ചത് TN പ്രതാപനും DCC പ്രസിഡന്റുമാണ് എന്ന് അണികൾ തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. തൃശ്ശൂരിലും വടകരയിലും അടക്കം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ രൂപപ്പെട്ടിരുന്നു. ഇരുവരെയും സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യവും ശക്തമായി ഉയർന്നിരുന്നു എന്നുള്ളതാണ്. ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് അഥവാ ഇത്തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങൾ തന്നെയാണ് മുരളീധരൻ വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പുകൾ പോലും നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് മുരളീധരന്റെ ഇത്തരത്തിലുള്ള രൂക്ഷമായ പരാമർശം ഉയർന്നു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ മുരളീധരനെ കാത്തിരിക്കുന്നത് കനത്ത പരാജയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, മുരളീധരൻ അത് കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫലം വരുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അവർ സൂചിപ്പിച്ചിരുന്നത് മുരളീധരനും വൈകാതെ തന്നെ BJPയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മുരളീധരന്റെ കോൺഗ്രസിനെതിരെയുള്ള അഥവാ നേതൃത്വത്തിനെതിരെയുള്ള ആഞ്ഞടിക്കലുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മുരളീധരൻ ഒരുപക്ഷെ മുന്നണി മാറ്റത്തിലേക്കോ പാർട്ടി മാറ്റത്തിലേക്കുള്ള സാധ്യത
സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഇതേ വിഷയത്തിൽ മുരളീധരൻ നാളിതുവരെ പ്രതികരിക്കുന്നത് താൻ മരിക്കുകയാണെങ്കിൽ പോലും കോൺഗ്രസ്സുകാരനായിട്ട് മാത്രമായിരിക്കും മരിക്കുക, BJP-യിലേക്ക് പോകാനുള്ള യാതൊരു ഉദ്ദേശവും തനിക്കില്ല എന്ന് തന്നെയാണ് മുരളീധരൻ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിരന്തരമായി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുരളീധരൻ ഉയർത്തുന്ന ഈ വാദങ്ങൾ അഥവാ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്.